ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു സ്ത്രീ പണിക്ക് പോകണമെന്ന് പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിക്കണമെന്ന്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ ഹസ്ബൻഡ് പണിക്ക് പോകുന്നില്ലേ, പിന്നെ നീ പോകേണ്ട ആവശ്യം എന്തെങ്കിലും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടാ, ഒരു ഉറുപ്പ വരെ കയ്യിലില്ലാണ്ട് വേറെ ആളെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നില്ല. അങ്ങനെ വന്ന ആളാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും, അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് പറയുന്നത് ഒരു ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ എക്സ്പീരിയൻസ് കേട്ടിട്ടോ അല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ ബിഫോർ മാരേജ് ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായ ആളാണ്. വർക്ക് ചെയ്തിട്ട് എൻ്റെതായ ഒരു സമ്പാദ്യം ഞാൻ സേവ് ചെയ്തുകൊണ്ടും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടും എല്ലാം ഉണ്ടായിന്. അതേപോലെ ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടായിന് ഇൻസ്റ്റഗ്രാമിൽ. എനിക്ക് ഒരു 100% ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടായിന് എംബ്രോയ്ഡറി ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിച്ചുകൊണ്ടുണ്ടായത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം മംഗലം കഴിഞ്ഞ് എല്ലാം ഒരാളിലേക്ക് മാറി, സിറ്റുവേഷൻ കൊണ്ടാണ് ഒരാളിലേക്ക് മാറി, ഒരാളെ ആശ്രയിച്ച് നിൽക്കേണ്ടി വന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, ഡെലിവറി ആയി, ബേബി ആയി, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം മാറി. ഞാൻ ഒരു കാര്യത്തിലേക്ക് മാത്രം ആയിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ളതോ ഒന്നും നടന്നില്ല. പിന്നെ ഓർഡേഴ്സും മെല്ലെ മെല്ലെ കുറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഒരു അത്ര വലിയ സാലറി ഒന്നുമല്ല, നമുക്കൊരു ചെറിയ ശമ്പളമാണ് ഉണ്ടായത്. അപ്പോൾ ആ ശമ്പളത്തിൽ ഞാൻ എനിക്ക് വേണ്ട എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, എൻ്റെ പാരൻസിന് ഞാൻ ചെയ്തു കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു സേവിങ്സ് ഞാൻ ഉണ്ടാക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടായത്. പ്രൗഡ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രായത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഏൺ ചെയ്യുന്നുണ്ട് ഈ എംബ്രോയ്ഡറി സ്മോൾ ബിസിനസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിട്ടും ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ പാരൻസിന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സിന് കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മളെ ലൈഫ് പെട്ടെന്നായിരിക്കും മാറുന്നത്. അങ്ങനെ മാറിയതാണ് എൻ്റെ ലൈഫ്. മാരേജ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പണിക്ക് പോകണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിറ്റുവേഷൻ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതേപോലെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ വാല്യൂ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഭർത്താക്കന്മാർ താത്തി പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ പണിക്ക് പോയിട്ട് ഇങ്ങനെ ഭർത്താക്കന്മാർ മേലാധിപത്യം വേണം അങ്ങനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൈസ മാത്രമല്ല, അത് നമ്മളെ ആത്മവിശ്വാസമാണ്. അതേപോലെ നമ്മളെ സ്വാതന്ത്ര്യമാണ്. ഒരാളോട് ചോദിക്കാണ്ട് നമുക്കൊരു സാധനം വാങ്ങാം, അത് ചെറിയൊരു കാര്യം വരെ ആയിക്കോട്ടെ. അതേപോലെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് മാത്രമല്ലല്ലോ. ഭർത്താവ് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പണിക്ക് പോയിക്കൂടാന്നില്ലല്ലോ. നമ്മൾ പണിക്ക് പോകുന്നുണ്ട് ഭർത്താവിനും കൂടി ഒരു ഹെൽപ്പാണ്. ഒരു മെഡിക്കൽ എമർജൻസി വന്ന് പെട്ടെന്നായിരിക്കും വരുന്നത്, നമുക്ക് പറയാൻ പറ്റുമല്ലോ മെഡിക്കൽ എമർജൻസിയിൽ എപ്പോൾ വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഒരു മെഡിക്കൽ എമർജൻസി വരുന്നു, നമ്മൾ കയ്യിൽ ഒരു ഉറപ്പില്ല. ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വേറെ ആളെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. എത്രയോ പ്രാവശ്യം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് വന്നു. നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഒരു സ്ത്രീ ഒരു സ്കില്ലെങ്കിലും പഠിച്ചിരിക്കണം. കാരണം എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ എത്രയോ ആൾക്കാർ ടൈലറിങ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കുന്നു. ഈ ഹോം ബേക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കുന്നു. സെയിൽ ചെയ്യുന്നു, എന്തെല്ലോ ക്രാഫ്റ്റ് ക്രിയേറ്റിവിറ്റി അങ്ങനെ ആർട്ട് പെയിന്റിങ് അങ്ങനെ എന്തെല്ലോ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സ്കില്ല് പഠിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട ഏണിങ്സ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കണം. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്, അത് മതി നമുക്ക്. ആ ചെറിയ എമൗണ്ട് മതി, നമുക്ക് വേണ്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് അതിൽ നിന്ന് ചെയ്യാമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ ഇയാൾ തരും എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്കൊരു മോളുണ്ട് വലുതാണ്. അപ്പോൾ ഓള് വലുതാകുമ്പോൾ കാണേണ്ടത് എൻ്റെ ഉമ്മൻ്റെ സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിച്ചില്ല. ഉമ്മൻ്റെ സ്വപ്നങ്ങൾ ഉമ്മ പിന്നെയും അത് തിരിച്ചെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഓളും അങ്ങനെ ആയിരിക്കും വളരുന്നത്. സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാവണം, അല്ലാണ്ട് ഒരിക്കലും ഒരാൾ ഡിപ്പെൻഡ് ചെയ്തുകൂടാ. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മളെ കണ്ട് വളരുന്നതാണ് ഓളും. പിന്നെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അഹങ്കാരമല്ല. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര അഹങ്കാരാന്നോ പണിക്ക് പോകണം എന്നുള്ള അഹങ്കാരം. അഹങ്കാരമല്ല, അല്ല പുറത്തു പോയിട്ട് ഒന്ന് കറങ്ങുക, അതൊന്നും അല്ല. നമുക്ക് നമ്മളൊരു ആത്മവിശ്വാസമാണ്. നമ്മളെ അടുത്ത് പൈസ ഉണ്ട്,
പൈസയാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. ചില ആൾക്കാർ പറയും മണി കാൻ ബൈ ഹാപ്പിനെസ്, മണി കാൻ ബൈ ഹാപ്പിനെസ്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്, മണി കാൻ ബൈ ഹാപ്പിനെസ്. എന്തിനും എല്ലാത്തിനും നമുക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലാണ്ട് പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു ദിവസം തിന്നണമെങ്കിൽ സാധനം വാങ്ങാൻ പൈസ വേണം. സിറ്റുവേഷനിൽ എല്ലാ ഗേൾസും, ഈ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, പഠിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്കാവുന്ന പോലെ എന്തെങ്കിലും ഒരു ഏണിങ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നൽകുന്ന ഒരു പെണ്ണിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.